ലൂക്കോസ് എഴുതിയ യേശുവിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് ആദ്യ അധ്യായത്തിൽ ദൈവം ആരെയൊക്കെ തിരഞ്ഞെടുത്തുവോ അവർക്കെല്ലാം തൻ്റെ ആത്മാവിനെ പകർന്നു എന്നുള്ളത്. പ്രധാനമായും 4 വ്യക്തികളെയാണ് അവിടെ പരാമർശിക്കുക. എലിശബത്ത്, സെഖരിയാവ്, യേശുവിൻ്റെ അമ്മയായ മറിയ, ഒപ്പം എലിശബത്തിന്റെ ഉദരത്തിൽ വളരുന്ന യോഹന്നാൻ എന്ന കുഞ്ഞ്. പ്രിയമുള്ളവരെ, സെഖരിയാവ് ഊമനായിരിക്കുന്ന അവസരത്തിൽ യോഹന്നാൻ എന്ന പേരാണ് തൻ്റെ കുഞ്ഞിനെ നൽകേണ്ടത് എന്ന് എഴുത്തുപലകയിൽ എഴുതി കാണിക്കുമ്പോൾ അവൻ്റെ വായും നാവും തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിക്കുന്നു. എലിശബത്ത് യേശുവിൻ്റെ അമ്മയായ മറിയയെ കാണുമ്പോൾ മറിയയുടെ വന്ദനസ്വരം കേട്ട് തൻ്റെ കുഞ്ഞ് ഉദരത്തിൽ ആനന്ദം കൊണ്ട് സന്തോഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ആത്മാവിന്റെ നിറവിൽ മറിയയെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. മറിയയാകട്ടെ സാധുവായ ഒരു കന്യകയായ പെൺകുട്ടിയായിരിക്കെ തൻ്റെ അരികിലേക്ക് വന്ന ഗബ്രിയേൽ ദൂതന്റെ സാന്നിധ്യം അറിഞ്ഞ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ ദൈവിക പദ്ധതി എന്തെന്ന് മനസ്സിലാകാതെ ചഞ്ചലിച്ചു നിൽക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിടും, നീ ഒരു വിശുദ്ധ പ്രജയ്ക്ക് ജന്മം നൽകും. വീണ്ടും 4ാമതായി ഒരാൾ കൂടെയുണ്ട്, യോഹന്നാൻ. അതെ, കർത്താവിന് വഴിയൊരുക്കുവാനായി കടന്നു വന്ന യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീരുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതാണ്: കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ആരെല്ലാം തങ്ങളെ തന്നെ വിനയപ്പെടുത്തുമോ അവർക്കെല്ലാം കർത്താവ് തന്റെ ആത്മാവിനെ പകരും. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. കർത്താവ് ഇപ്രകാരം വാഗ്ദത്തം ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ അവൻ സകല സത്യത്തിലും വഴി നടത്തും. കർത്താവ് നൽകുന്ന പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.